നിങ്ങൾ അറിഞ്ഞോ മോദിജിയുടെ പുതിയ മാജിക്കിനെ കുറിച്ച്? എക്സിലൊക്കെ ഇത് ട്രെൻഡിങ് ആണ്. 3 ദിവസം കൊണ്ട് മോദിജി ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മാറ്റം, വലിയൊരു മാജിക് ആണ് മോദിജി കാണിച്ചിട്ടുള്ളത് എന്നാണ് എക്സ് ഹാൻഡിൽസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. ഡിസംബർ 15-ാം തീയതി ഇന്ത്യൻ റുപ്പീസിന്റെയും ഡോളറിന്റെയും എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് $1 എന്ന് പറയുന്നത് ഇവിടുത്തെ 91 രൂപയായിട്ട് എപ്പോഴത്തേക്കാളും ഏറ്റവും ഹൈ ആയിട്ടുണ്ടായിരുന്നു. 91 രൂപയിൽ അധികമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഡിസംബർ 18-19 ആകുമ്പോഴേക്കും 89 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് മൂല്യം കൂടിയിട്ടുണ്ട്. അതായത് അപ്രിസിയേഷൻ നടന്നിട്ടുണ്ട്. ഇത്ര കാലം ഡിപ്രിസിയേഷൻ ആയിരുന്നു, ഇപ്പോൾ അപ്രിസിയേറ്റ് ആയിട്ടുണ്ട്. അതായത് 91-ൽ നിന്നും അത് 89 ആയിട്ട് അപ്രിസിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റുപ്പീസിന്റെ മൂല്യം അധികരിച്ചിട്ടുണ്ട്. $1 എന്ന് പറയുന്നത് ഇപ്പോൾ 89.56 രൂപയാണ് $1 എന്ന് പറയുന്നത്. ഇത് 3 ദിവസം കൊണ്ട് മോദിജി കാണിച്ചിട്ടുള്ള വലിയൊരു മാജിക് ആണെന്നാണ് എക്സ് ഹാൻഡിൽസിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമോ? നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവർ ഇന്റർവെൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. അവർ ഡോളർ, അവരുടെ റിസർവിലുള്ള ഡോളർ സെല് ചെയ്തു. അത് സെല് ചെയ്തതിലൂടെ നമ്മുടെ ഡോളറിന്റെ സപ്ലൈ മാർക്കറ്റിൽ അധികരിച്ചിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു അപ്രിസിയേഷൻ ഇന്ത്യൻ റുപ്പീസിന് നടന്നിട്ടുള്ളത്. അല്ലാതെ മോദിജിയുടെ മാജിക് ഒന്നുമല്ല. അതുമാത്രമല്ല, വേറൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് 2025 ഇപ്പോൾ അവസാനിച്ച ഡിസംബറിലാണ്. 2025 ആകുമ്പോഴേക്കും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആ മാർക്കറ്റിൽ നിന്നും $18 ബില്യൺ രൂപ 2025 മാത്രം ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് ഔട്ട്ഫ്ലോ പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ ഔട്ട്ഫ്ലോ കാരണമാണ്, മറ്റു ഒരുപാട് റീസൺസ് ഉണ്ട്, പക്ഷെ ഇതും ഒരു കാരണമാണ്. അതായത് $18 ബില്യൺ ആണ് ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് ഔട്ട്ഫ്ലോ, പുറത്തേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. അതൊക്കെ കാരണമായിട്ടാണ് ഈ ഡിപ്രിസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ RBI തന്നെ നേരിട്ട് ഇറങ്ങി ഇതിലൊരു തീരുമാനമാക്കിയിട്ടുള്ളത്. അതായത് കൈമലുള്ള ഡോളർ അങ്ങോട്ട് സെല് ചെയ്തു. അതിലൂടെ ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. ഇത് അധിക സെൻട്രൽ ബാങ്കും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. തിയററ്റിക്കലി പ്രൂവൺ. അതായത് ഭയങ്കരമായി ഏതെങ്കിലും ഒരു കറൻസി ഡിപ്രിസിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധിക സെൻട്രൽ ബാങ്കും എടുക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷെങ്കിൽ അധികമായി കഴിഞ്ഞാൽ അമൃതവും വിഷമാണെന്ന് പറയുന്നത് പോലെ ഇതും പ്രശ്നം തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സൊല്യൂഷൻ അല്ല. അതായത് ഈ ഡിപ്രിസിയേഷൻ അപ്രിസിയേറ്റ് ആയിരുന്നേ ഉള്ളൂ. അത് ആർട്ടിഫിഷ്യലി അപ്രിസിയേറ്റ് ചെയ്തതാണ്. അല്ലാതെ നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻ മൂലം അത് അപ്രിസിയേഷൻ നടന്നിട്ടുള്ളതല്ല. അതായത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് അധികരിച്ചു എന്ന് പറയുമ്പോൾ അത് ആർട്ടിഫിഷ്യലി ചെയ്തതാണ്. അല്ലാതെ മാർക്കറ്റ് കണ്ടീഷൻസ് ഫേവറബിൾ ആയതുകൊണ്ട് ആയതല്ല. നമ്മൾക്ക് വേണ്ടത് മാർക്കറ്റ് കണ്ടീഷൻസ് ഫേവറബിൾ ആകുന്നതിലൂടെ നമ്മളുടെ റുപ്പി എന്ത് ചെയ്യണം? അപ്രിസിയേറ്റ് ചെയ്യണം. അതായത് ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ അധികരിക്കണം. പക്ഷേ ഇപ്പോൾ നടന്നിട്ടുള്ളത് അതല്ല. അതുപോലെ മോദിജിയുടെ മാജിക്കുമല്ല, ഇത് RBIയുടെ മാജിക്കാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.